രാജാവിന്റെ പാദവിന്യാസജ ധ്വനി കേട്ട് വൈകുവാൻ എന്താണ് കാരണമെന്നും വേഗം തണ്ണീർ തരുവാനും വൃദ്ധദമ്പതികൾ പറഞ്ഞു. അപ്പോൾ ഭയന്ന് ദമ്പതിമാരുടെ പാദം ഭക്തിയോടെ നമസ്കരിച്ച് ഉണ്ടായ സംഭവം പറഞ്ഞു. പിന്നെ കുമാരന്റെ വാക്കുകൾ കേട്ട് സംഭ്രമത്തോടെ വേഗത്തിൽ ഇവിടെ എത്തി. തൃപ്പാദങ്ങളല്ലാതെ മറ്റൊരാശ്രയം പാപിയായ അടിയനില്ലെന്ന് രാജാവ് വളരെ താഴ്മയോടെ പറഞ്ഞു. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധൗ മൽപാദവിന്യാസധ്വനി കേൾക്കായി. കാൽപ്പെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മമ നന്ദന, വേഗന തണ്ണീർ തരിക നീ സാദരം. ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർ പദം ഭക്ത്യാ നമസ്കരിച്ചത്രയും ഭീതനായി. വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം പുത്രനല്ലയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രൗ വനാന്തേ മൃഗയാ വിവശനായി ശാർദൂലമുഖ്യമൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയാ. കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസ്സു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെ യതും ബലാൽ. പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലമവനും എന്നോടു ചൊല്ലിടിനാൻ. കർമ്മമത്രേ മമ വന്നതീതു തവ, ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ല തേ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുക്കു പർണശാലാന്തേ വിശന്നു ദാഹത്തൊടും. എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കൻ എന്നോടു ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴറ്റോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദപങ്കജമെന്നിയെ മറ്റില്ല പാപിയായോരടിയന്നവലംബനം. ജന്തുവിഷയ കൃപാവരന്മാരല്ലോ സന്തതം താപസ പുഗവന്മാർ നിങ്ങൾ.